ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ കൃഷ്ണ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എനിക്ക് കിട്ടിയ ഒരു 8ന്റെ പണിയെ പറ്റി പറയാനാണ്. കേട്ടാ നിങ്ങൾ ഞെട്ടും. അതെ, എന്താന്ന് ചോദിച്ചാല്, ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് തൃശ്ശൂർ തൊട്ട് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു അബി ബസ് ആപ്ലിക്കേഷൻ വഴി. അപ്പം നോർമലായിട്ട് ഞാൻ അബി ബസ് ആപ്ലിക്കേഷൻ വഴി എല്ലാ ബസ്സും ബുക്ക് ചെയ്യുന്നതാണ്. സ്ലീപ്പർ ബസ്, KSRTC ബസ്, അങ്ങനെയുള്ള എല്ലാ ബസ്സും ബുക്ക് ചെയ്തിട്ട് പോകുന്ന ഒരാളാണ്. കാരണം എനിക്കിങ്ങനെ നിന്ന് പോയി നിൽക്കാൻ എനിക്ക് വയ്യ. കാരണം വീട്ടിലുള്ള കുട്ടിയാണ്. അതെ ഗൈസ്, അങ്ങനെ നിങ്ങൾ കേൾക്കണം, എൻ്റെ കഥകൾ കേൾക്കണം. അങ്ങനെ ഞാൻ ആ ബസ് വഴി പോയി. ബസ് വഴി പോയില്ല, ഞാൻ അങ്ങനെ KSRTC സ്റ്റാൻഡ്. അപ്പം നോർമലായിട്ട് നമ്മളിങ്ങനെ ബസ്സൊക്കെ ബുക്ക് ചെയ്യുമ്പം നമുക്ക് അബി ബസ്സുകാർ വാട്സപ്പിൽ കണ്ടക്ടറിൻ്റെ ഡീറ്റെയിൽസ്, പിന്നെ അതുപോലെ തന്നെ ബസ് നമ്പർ, അബി ബസ്സിൻ്റെ ബെനിഫിറ്റ്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് അയച്ചു തരും. പക്ഷേ ഇവർ നമുക്കിതൊന്നും അയച്ചു തന്നിട്ടില്ല. ഒരു ബുക്കിംഗ് കൺഫർമേഷൻ മെസ്സേജ് മാത്രം നമുക്ക് വന്നു. അല്ലെങ്കിൽ അവർക്ക് പറയാം നിങ്ങളുടെ ബസ് ഇല്ല, അല്ലെങ്കിൽ ബസ് ക്യാൻസലായി ഇന്ന റീസൺ കൊണ്ട്. പക്ഷെ ഇതൊന്നും അവർ പറഞ്ഞിട്ടില്ല. നമ്മുടെ പേയ്മെൻറ്റ് പോയിട്ടുണ്ട്. ഞാൻ 2 പേർക്കുള്ള ടിക്കറ്റാണ് ബുക്ക് ചെയ്തത്. അങ്ങനെ നമ്മൾ എന്താ ചെയ്തത്, നമ്മളങ്ങനെ പോയി. എങ്ങോട്ട് പോയി? നമ്മളങ്ങനെ KSRTC ബസ് സ്റ്റാൻഡിലോട്ട് പോയി. ബസ് സ്റ്റാൻഡിൽ ഇപ്പോൾ അവിടെ ചെന്നപ്പോൾ അങ്ങനെ ഒരു ബസ്സേ ഇല്ല. KSRTC വിളിച്ചപ്പോൾ അവർ പറയുന്നു അബി ബസ്സിൻ്റെ കുഴപ്പമാണ്, നിങ്ങൾ അബി ബസ് ആൾക്കാരെ വിളിക്കാൻ. അബി ബസ്സുകാർ പറയുന്നു KSRTCയുടെ കുഴപ്പം അവർ അപ്ഡേറ്റ് ചെയ്യാത്തത് കൊണ്ടാണെന്ന്. ലാസ്റ്റ് ഇത് പറഞ്ഞു തന്നപ്പം നമ്മുടെ പ്രശ്നമായി. നമ്മൾ KSRTC ആപ്ലിക്കേഷൻ വഴി ബുക്ക് ചെയ്തതായി. ഗൈസ്, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അങ്ങനെ KSRTC ആപ്ലിക്കേഷൻ വഴി മാത്രം KSRTC ബസ് ബുക്ക് ചെയ്യാനാണെങ്കിൽ പിന്നെ അവർ എന്തിനാണ് അബി ബസ്സിനൊരു പാർട്ട്ണർഷിപ്പ് വെക്കുന്നത്? അറിയില്ല ഗൈസ്. അപ്പം ഇനിയെങ്കിലും എനിക്ക് പറ്റിയ അബദ്ധം ഗൈസ്. അങ്ങനെ ഞാനെന്നാ ബസ്സിന് പോയിട്ടില്ല കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ പോയത് ട്രെയിനാണ്. കാരണം ഒന്നും നടക്കത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി. നമുക്ക് ഇതുവരെ റീഫണ്ടും കാര്യങ്ങളും ഒന്നും കിട്ടിയിട്ടില്ല. അപ്പം ഇനി നിങ്ങളിങ്ങനെ പോകുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നല്ലപോലെ ഒന്ന്, നിങ്ങൾക്ക് കൺഫർമേഷൻ മെസ്സേജ് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ എനിക്ക് പറ്റിയ സെയിം അബദ്ധം നിങ്ങൾക്കും പറ്റും. താങ്ക് യു.